പുതുരുചി മാറാത്ത മത്സ്യം വിലക്കുറവിൽ നിങ്ങൾക്ക് ലഭിക്കാൻ ഫിഷ് മാർട്ട് താനേരി റോഡ് ജംഗ്ഷൻ, പയ്യന്നൂർ. ഇവർ എൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ച് പേർ അവർ സഞ്ചരിക്കുകയാണ്. അതായത് കണ്ണൂർ ജില്ലയിലെ വിവിധ ബ്ലോക്ക് പഞ്ചായത്തുകളിലും നഗരസഭകളിലും പഞ്ചായത്തുകളിലൊക്കെ അവർ നിരന്തരമായിട്ട് കയറി ഇറങ്ങിയിട്ട് അവിടെയുള്ള അധികാരികളെ കണ്ടിട്ട് നിവേദനങ്ങൾ കൊടുക്കുകയാണ്. എന്തിനാണ് നിവേദനങ്ങൾ കൊടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു വലിയ ഒരു പ്രശ്നമാണ് സമൂഹത്തിൽ. അതായത് കിഡ്നി രോഗികൾക്ക് വേണ്ട ചികിത്സകൾ സർക്കാർ അതിൻ്റേതായ തലത്തിൽ ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇതെവിടെയോ ഉടക്കിക്കിടക്കുകയാണ്. ഭരണാധികാരികൾക്ക് അതിൽ താല്പര്യമുണ്ടെങ്കിൽ കൂടി ഉദ്യോഗസ്ഥന്മാർക്ക് അത് വേണ്ടത്ര താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഇതെവിടെ ഉടക്കി കിടക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന ചികിത്സ യഥാവിധി അവർക്ക് ലഭിക്കുകയും അവരുടെ ജീവൻ രക്ഷിക്കുകയും വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പി കൃഷ്ണമാഷ് എന്ന് പറയുന്ന 50 വയസ്സായ മനുഷ്യനും മറ്റുള്ളവരും ഇങ്ങനെ പഞ്ചായത്തുകളിലും അതുപോലെ നഗരസഭകളിലും കയറി ഇറങ്ങുന്നത്. അവർ നിവേദനം കൊടുത്തു ചെയർപേഴ്സണ്. അപ്പോൾ അവർ കണ്ണൂരേക്ക് പിന്നെ ഇനി അടുത്ത പഞ്ചായത്തുകളിൽ പോയിട്ട് കണ്ണൂരേക്ക് മടങ്ങുകയാണ്. കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടത് പയ്യന്നൂർ ബ്ലോക്ക്, നഗരസഭ, കുഞ്ഞുമംഗലം പഞ്ചായത്ത് എന്നീ സ്ഥലങ്ങളിൽ, രാമന്തളി പഞ്ചായത്തുകളിലൊക്കെ നിവേദനങ്ങൾ കൊടുത്തുകൊണ്ടാണ് അവർ സഞ്ചരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ ഈ പുതിയ തലമുറ ഒരു കാര്യത്തിൽ ഇത് നമ്മൾ മാതൃകയാകേണ്ടതാണ്. വയസ്സായ മനുഷ്യന്മാരാണ് നടക്കുന്നത്. അത് പുതിയ തലമുറക്ക് കൂടി വേണ്ടിയാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തിൽ വിവിധ രോഗങ്ങളുണ്ടെങ്കിലും ഏറ്റവും അധികം മാരകമായൊരു രോഗമാണ് കിഡ്നി രോഗം. ആ കിഡ്നി രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ഡയാലിസിസ്, ആ ഡയാലിസിസ് ജീവിതകാലം മുഴുവൻ വേണം. അല്ലെങ്കിൽ മാറ്റിവെക്കൽ ഇന്ന് വലിയ പ്രയാസമാണ്. വൃക്കകൾ കിട്ടാനില്ല. അത് അങ്ങനെയൊന്നും എടുക്കാനും പാടില്ല. സർക്കാരിൻ്റെ നിയമം കൊണ്ട് പരസ്യം കൊടുത്തിട്ടൊന്നും വാങ്ങിക്കാനും പറ്റില്ല. ഇനി അഥവാ കിട്ടിയാൽ തന്നെ അതിന് വലിയ പണവും വേണം. അപ്പോൾ ഡയാലിസിസ് രോഗികളെ സംബന്ധിച്ചിടത്തോളം ഒരു മാസം ശരാശരി സാധാരണ ഡയാലിസിസ് ചെയ്യുന്ന ആൾക്ക് 20,000 രൂപ വരെ ചിലവ് വേണ്ടി വരുന്നുണ്ട്. അത് കൂടുതൽ വേണ്ടി വന്നാൽ 45,000 രൂപ വരെ ചിലവാക്കുന്നവരുണ്ട്. അതുമാത്രമല്ല, അവർക്ക് പെട്ടെന്ന് ഹൃദ്രോഗവും അതുപോലെ തന്നെ ശ്വാസരോഗമെല്ലാം വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്താൽ ലക്ഷങ്ങൾ ചിലവാക്കണം. അങ്ങനെ ഏറെ പ്രയാസമാണ് ഈ വൃക്കരോഗികൾ അനുഭവിക്കുന്നത്. അത് കണ്ടുകൊണ്ടാണ് ഈ സംഘടനയൊക്കെ നിവേദനം നൽകിയതിൻ്റെ ഫലമായിട്ട് പിന്നെ വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് ആഴ്ചയിൽ 1000 രൂപയോ മാസത്തിൽ 4000 രൂപയോ കൂടി വന്നാലൊരു കൊല്ലത്തിൽ 48,000 രൂപ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ വെച്ച് നൽകാവുന്നതാണ് എന്നുള്ള സർക്കാർ ഉത്തരവുണ്ടായിട്ടുണ്ട്. പക്ഷേ അത് മിക്കവാറും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്നില്ല. അത് ഭരണാധികാരികളെ കുറ്റം പറയാൻ പറ്റില്ല. അത് നൽകേണ്ടത് ആരോഗ്യ വകുപ്പാണ്. അവരുടെ ഡോക്ടർമാരാണ് സ്വാഭാവികമായിട്ട് ആരോഗ്യ മേഖലയിലെ പ്രോജക്റ്റ് നടപ്പാക്കേണ്ടത്. അതിൽ അവർ വിമുഖത കാണിക്കുന്നത് കൊണ്ടും നിസ്സഹകരണം കൊണ്ടും രോഗികളുടെ ആനുകൂല്യം നിഷേധിക്കപ്പെടുകയാണ്. ഇവിടെ ഇവർ കൂടെയുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഭരണാധികാരികൾ രോഗികളുടെ ഒപ്പമുണ്ട്. പക്ഷേ ഈ നിർവഹണ ഉദ്യോഗസ്ഥന്മാരായ ഡോക്ടർമാർ ഒപ്പം നിൽക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അവർ ഇത് ഗവൺമെൻറ്റിലും കോടതിയിലും ഒക്കെ പോയിട്ട് ഞങ്ങൾക്കിതൊന്നും കൊടുക്കാൻ കഴിയില്ല എന്നുള്ള നിലയിലുള്ള പരാതിയൊക്കെ കൊടുത്തെങ്കിലും അവസാനം തീർപ്പ് കൽപ്പിക്കുകയുണ്ടായി. അങ്ങനെ അവർ തന്നെ ചെയ്യണമെന്നുള്ള നിലയിലുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഉണ്ടായത് തന്നെ 73-74 ഭരണഘടനാ ഭേദഗതിയോടുകൂടിയാണ്. അതിനടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി ആക്ട് രൂപപ്പെട്ടു. ആ ആക്ട് പ്രകാരം ട്രാൻസ്ഫേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ആരോഗ്യ സ്ഥാപനങ്ങൾ. അതിലെ ജീവനക്കാർ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും എടുക്കുന്ന തീരുമാനപ്രകാരം കാര്യങ്ങൾ നടപ്പാക്കണം. അതിനുള്ള ഒരു സന്മനസ് അവിടെ ഉണ്ടാവുന്നില്ല. എന്തുകൊണ്ടോ എന്നറിയില്ല. സർക്കാരും വളരെ ശക്തമായൊരു നടപടി ഈ കാര്യത്തിൽ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് അനുഭവിക്കുന്നത് പാവപ്പെട്ട വൃക്കരോഗികൾക്കും അതുപോലെ തന്നെ മാരകരോഗം ബാധിച്ചവർക്കുള്ള മരുന്നും നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഈ രംഗത്ത്. അപ്പോൾ ഈ എല്ലാ പഞ്ചായത്തുകളിലും ഒന്ന് സഞ്ചരിച്ചിട്ട് എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് മനസ്സിലാക്കാനാണ് കിഡ്നി കെയർ കേരള എന്ന് പറയുന്ന സംഘടന, ഈ ഒരു പഞ്ചായത്ത് രാജ് സംഘടന ഒരു യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മളിപ്പം 2-3 ദിവസമായി നമ്മളെ ഈ പഞ്ചായത്ത് യാത്ര തുടങ്ങിയിട്ട് കിഡ്നി കെയർ കേരളയുടെ നമ്മളിപ്പം മനസ്സിലാക്കിയിടത്തോളം ഇപ്പം നിലവിൽ കൊടുക്കുകയെന്ന് വെച്ചാൽ നമ്മൾ കണ്ണൂർ കോർപ്പറേഷൻ ഇത് പദ്ധതി നടപ്പിലാക്കി കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 3 ദിവസത്തെ യാത്രയിൽ മനസ്സിലാക്കിയത് ഇതിൻ്റെ ഒരു ഉത്തരവാദി എന്ന് പറഞ്ഞാൽ നിർവഹണ ഉദ്യോഗസ്ഥർ മാത്രമാണ്.
വേറെ ഒന്നുമില്ല. എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും പ്രസിഡന്റുമാരോ അല്ലെങ്കിൽ മെമ്പർമാരോ ഉത്തരവാദപ്പെട്ട ആൾക്കാരൊക്കെ എല്ലാവരും ഇതിനെ നടപ്പാക്കണം, എങ്ങനെയെങ്കിലും നടപ്പാക്കണം, രോഗികൾക്ക് കൊടുക്കേണ്ട സഹായം കൃത്യമായിട്ട് കൊടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു വീഴ്ച വരുന്നത് രോഗികൾക്ക് കിട്ടാതെ ആകുന്നത് നിർവഹണ ഉദ്യോഗസ്ഥരുടെ ഒരു അനാസ്ഥ തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ 3 ദിവസം കൊണ്ട് നമ്മൾ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ളതും പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലും കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലും നമ്മൾ പോയി കഴിഞ്ഞു. ഇപ്പം നിലവിൽ ഇനിയും യാത്ര തുടങ്ങുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ യാത്രയിൽ നിന്ന് വ്യക്തമായ കാര്യം, കഴിഞ്ഞ 3 സാമ്പത്തിക വർഷത്തിലും പഞ്ചായത്ത് വൃക്കരോഗികൾക്കുള്ള ധനസഹായത്തിനുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും അത് ഉപയോഗിക്കാൻ കഴിയാതെ വർഷാവസാനം അത് മാറ്റേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണെന്നാണ് പഴയ എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അതിന് പ്രധാന കാരണം പറയുന്നത് മെഡിക്കൽ ഓഫീസർ, ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട മെഡിക്കൽ ഓഫീസർ തയ്യാറാകുന്നില്ല. അവർ ഓഡിറ്റ് ഒബ്ജക്ഷൻ പിടിച്ചിട്ട് അവർ പിൻവാങ്ങുന്നതെന്നാണ് ഈ പഞ്ചായത്ത് ഭാരവാഹികൾ ഈ യാത്രക്കിടയിൽ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അത് പൂർണ്ണമായും ശരിയല്ല. നമ്മുടെ സംഘടനയുടെ ശ്രമഫലമായി മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് ശേഷം നടന്ന ഒരു കോൺഫറൻസിൽ ചർച്ച ചെയ്ത് ഗവൺമെൻറ് വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. ഇത് നടപ്പാക്കേണ്ടതും ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ അത് താഴെത്തട്ടിൽ അത് പ്രായോഗികമാകുന്നില്ല. അതിനുള്ള പ്രയാസങ്ങൾ നമ്മൾ മനസ്സിലാക്കി അത് ഗവൺമെൻറ്റിനെ വീണ്ടും സമീപിക്കാനാണ് നമ്മൾ ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഷിഫ്റ്റും കൂടെ കൂട്ടണമെന്നുള്ളത് നമ്മൾ ആഗ്രഹം. കുറേ ആള് വേക്കൻ്റ് അപേക്ഷ കൊടുത്തിട്ട് ഡയാലിസിന് വേണ്ടി വേക്കൻ്റ് നിൽക്കുന്നുണ്ട്. ഒരു ഷിഫ്റ്റും കൂടെ ആക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 കോടി രൂപ നമ്മൾ വെക്കേണ്ടി വരും. ഒരു വർഷം തന്നെ വെക്കേണ്ടി വരും. ഇപ്പോൾ ഒരു വർഷം അല്ല 2 ഷിഫ്റ്റ്. 72 പേരുണ്ട്. കണ്ണൂർ കോർപ്പറേഷനിൽ 96 പേരുണ്ട്. അതിപ്പം ഇത് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഒരു ഷിഫ്റ്റും കൂടെ ആക്കുമ്പോൾ അത്രയും ജീവനക്കാർ അധികം വേണമല്ലോ. അതിൻ്റെ ഒരു സാമ്പത്തിക ബാധ്യതയാണ് ഒരു പ്രശ്നം. നമുക്ക് അടുത്ത വർഷത്തെ പദ്ധതിയിൽ നമുക്ക് ഒരു ഷിഫ്റ്റും കൂടെ ആക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. എല്ലാ പഞ്ചായത്തിലും എല്ലാവർക്കും നല്ല ഫണ്ടുണ്ട്. ഫണ്ട് നിങ്ങൾ തുടങ്ങേണ്ട പ്രശ്നമുള്ളതാണ്.